ഓക്കെ അല്ലേ? പിന്നെ ഡബിൾ ഓക്കെ. ഡബിളാണല്ലേ? ഞാൻ ട്രിപ്പിളാ. ട്രിപ്പിൾ ഓക്കെ. സംഭവം രണ്ടാളും ഓക്കെയാണ്. സാധനം കൊണ്ട് വന്നാൽ മതി. വരുമോ? കൊള്ളാലോ. ഇൻസൈഡ് റിപ്പോർട്ടൊക്കെ ഉണ്ട്. വരുമായിരിക്കും. വന്നെങ്കിൽ കാണാം. ചില സമയങ്ങളിൽ ഇങ്ങനെ ഇൻസൈഡ് റിപ്പോർട്ടും വന്നിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട്. വരാറില്ല. ഇന്ന് വരുമോ നോക്കാം. എന്തായാലും 6 മണിക്കൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ടൈം. ജസ്റ്റ് 6 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. യെസ്. ഭയങ്കര ചൂടാ സത്യം. കാരണം ചെറിയൊരു മഴ, നല്ല മഴ കിട്ടുമെന്ന് കരുതി. പക്ഷെ നോ രക്ഷ, മഴ ചെറുതായിട്ടങ്ങ് ചാറിപ്പോയി. അതുകൊണ്ട് ചൂട് ഭയങ്കരമായിട്ട് കൂടി. പറ്റിച്ചു. ഒരു രക്ഷയില്ല. കാലാവസ്ഥ പറ്റിച്ചു. ഇനിയിപ്പം വേറെ ആരെങ്കിലും പറ്റിക്കുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ പറ്റിച്ചാലും രക്ഷപ്പെടണ്ടേ? അത് വേണം. അതിനുള്ള എന്തെങ്കിലും ഉണ്ടോ? പിന്നെ അല്ല, പിന്നെ നമ്മുടെ അടുത്ത കളി. ഇപ്പൊ നമ്മൾ ഓടിക്കേറുന്ന സ്ഥലം ഏതാ? ഒരൊറ്റ കോട്ടയുണ്ട്, എമ്പുരാന്റെ കോട്ടയിലേക്ക്. അവിടെ കയറും. ചെകുത്താന്റെ അടുത്തേക്ക് അഭയം പ്രാപിക്കും. കുറച്ചിങ്ങ് തന്നേന്ന് എന്ത് അപ്ഡേറ്റ്സ് ചെകുത്താനെ രക്ഷിക്കുന്നത്. അപ്പൊ ചെകുത്താൻ എന്തായാലും കനിയും. യെസ്. എന്താണെങ്കിലും കനിയതുണ്ട്, അതൊരെണ്ണമുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഇട്ടിട്ട് തീ കൂട്ടാം. ഇപ്പം ഇത് വരുമോ നോക്കാം. എന്തായാലും സമയം 6 മണി ആയിട്ടുണ്ട്. ഫോണൊക്കെ എടുത്ത് വെച്ച് നോക്ക്. എന്തായാലും ഇൻട്രോ പറയേ. ഇൻട്രോ തുടങ്ങിയില്ലേ? അത് ഞാൻ പറഞ്ഞായിരുന്നേ. പറഞ്ഞില്ലേ? അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. കാരണം ഞാൻ തന്നെയാണോ പറയണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞായിരുന്നു. ഓക്കെ, എന്നാ കാര്യത്തിലേക്ക് വരാം. ജനനായകൻ എന്ന സിനിമയുടെ ഒരു എന്തോ അപ്ഡേറ്റ് 6 മണിക്ക് വരും എന്നുള്ള ഒരു ഇൻസൈഡ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഈ ഇരിക്കുന്നത്. ഒരുങ്ങുന്നുണ്ട്. നല്ല ചൂടാട്ടോ. അതെ. എന്തായാലും ദളപതി വിജയ് നായകനാവുന്ന സിനിമയാണ്. ആളുടെ രാഷ്ട്രീയ കരിയറിലേക്ക് ആള് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. അത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിന് മുൻപായിട്ട് ഇനി വരാനുള്ള ഒരു സിനിമ അത് ജനനായകനാണ്. അതായത് രാഷ്ട്രീയത്തിലേക്കുള്ള കരിയർ തുടങ്ങുന്നതിന് മുന്നേ ഇപ്പുറത്തുള്ള കരിയറിൽ ലാസ്റ്റ് സിനിമ, അതായത് സിനിമാ കരിയറിലെ അവസാനത്തെ സിനിമ എന്നാണ് പറയപ്പെടുന്നത്. നോക്കാം. ഇല്ലേ, നമ്മൾ വേറെ പരിപാടിയൊക്കെ പിടിക്കും. അല്ല പിന്നെ ഒരുപാട് റെക്കോർഡുകൾ പലരും തിരുത്തുമ്പോൾ അപ്പുറത്ത് വന്ന് ഇതെല്ലാം തിരുത്തി കുറിക്കാൻ മറ്റൊരാൾ വരണ്ടേ? അത് അങ്ങനെ ഒരാളവിടെ വേണം. അപ്പോഴല്ലേ ഇപ്പുറത്ത് ഇപ്പം നടക്കുന്ന പോലത്തെ ഒരു, അതായത് അതിനെ മുകളിൽ കയറണം എന്നുള്ളൊരു ത്വരയുണ്ടല്ലോ, ആ സാധനം വരണം. എന്താണെങ്കിലും എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കളിയാ. എന്തായാലും ജനനായകന്റെ അപ്ഡേറ്റ് നോക്കാം. വലിയ മെസ്സേജുകളൊന്നും വന്നിട്ടില്ല എന്ന് പറയാൻ വേണ്ടി വന്നപ്പോഴേക്കും വന്ന് കിടപ്പുണ്ട്. ഇത് കറക്റ്റ് മെസ്സേജ്. അടിപൊളി. ജനുവരി 9, 2026 വേൾഡ് വൈഡ് പൊങ്കൽ റിലീസ് ജനനായകൻ. അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു പൊങ്കലായിരിക്കും സിനിമ റിലീസ് വരുന്നതെന്ന്. പിന്നെ അതിന് മുന്നേ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ദീപാവലി ടൈമില് വന്നേക്കാം എന്നൊക്കെ. എന്താണെങ്കിലും അങ്ങ് കൺഫേം ആയിട്ടുണ്ട് കേട്ടോ. ഡേറ്റ് എന്തായാലും മാർക്ക് ചെയ്തു കലണ്ടറിൽ. മഴ ചെറുതായിട്ട് വീണ്ടും പെയ്യുന്നുണ്ട്. വീണ്ടും ചൂടെടുത്ത് ഉരുക്കാനാണ്. കുറച്ച് നെയ് കൂടുതലാണ് നിങ്ങൾക്ക് ഉരുകട്ടേന്ന്. വെറുതെ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. പണിക്കും പോകില്ല അല്ലേ? എന്തെങ്കിലും പണിക്ക് പോടെന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, ചിലരൊക്കെ. അപ്പൊ വെറുതെ പ്രേരിപ്പിക്കല്ലേ കമന്റ് ഇടാൻ വേണ്ടിട്ട്. അവര് പണിയെടുക്കാൻ പറഞ്ഞ പിന്നെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മടി പിടിച്ചിരിക്കണം ഇപ്പൊ. ഉള്ള പണി ഒഴിവാക്കിയിട്ടാണ് പണിയെടുക്കാൻ വയ്യാഞ്ഞിട്ട്. എന്തായാലും ദളപതി വിജയുടെ ലുക്ക് ഇതെന്തായാലും ഒരുപാട് വ്യത്യസ്തതൊന്നുമില്ല ഈ പോസ്റ്ററിന്. പക്ഷേ ഇതിന് മുൻപ് വന്ന ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക്, പിന്നെ തേർഡ് ലുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ലുക്കിലുള്ളത് ഇതേപോലത്തെ ഒരു സാധനമല്ലേ, കൈയൊക്കെ മുകളിലേക്ക് വെച്ചിട്ടുള്ള അതില് ഒരു ചാട്ടവാർ ഇങ്ങനെ പിടിക്കുന്നത്. പക്ഷെ ചെറിയ ഇതുപോലെ തന്നെ ഏതാണ്ടൊക്കെ ഏകദേശം ഇത് സെയിം ഇത് തന്നെയാണ്. പക്ഷെ തോന്നുന്ന ഒരു സോങ്ങിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ട് ബാക്കിലെ ഇതൊക്കെ കണ്ടിട്ട്. സോങ്ങാ. അപ്പൊ എന്തായാലും ഉടനടി സിംഗിളും വരൂലേ? വരാൻ ചാൻസ് ഉണ്ട്. എടാ അത് ബാക്കിൽ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കൈകളാണ്. പൊങ്കൽ റിലീസ് എന്താണെങ്കിലും അപ്പം കളറും ഹോളി അല്ലേ സംഭവം, മറ്റേ കളറുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഹോളിയാ. ഇനിയിപ്പോ തമിഴ്നാട്ടിൽ ഇനി അങ്ങനെ ഉണ്ടോന്ന് അറിഞ്ഞൂടല്ലോ. ഇതിലെന്തെങ്കിലും സംഭവം ഹോളി ആഘോഷിക്കുന്ന ഒരു സോങ് ആയിരിക്കും. ഇത് പൊങ്കൽ റിലീസ് ആണല്ലോ, സിനിമ വരുന്നു റിലീസ് സംഭവം. ഈ ഒരു സീന്, അതായത് ഒരു സോങ് ആയിരിക്കും. അതിൽ ഡാൻസ് ചെയ്യുന്നത് ഹോളി ആയിരിക്കും, ആ ഒരു സെലിബ്രേഷന്റെ ആയിരിക്കണം. എന്താണെങ്കിൽ ലുക്ക് മറ്റേ സാധനം തന്നെയാണ്, സോൾട്ട് ആൻഡ് പെപ്പർ. അതെ, ലുക്ക് പൊളിയാ. അത് കെടു ലുക്ക് അറിയാലോ. പിന്നെ ചിരി, നല്ല ചിരി. അറിയുന്നുണ്ടോ വല്ലതും? ഇവിടെ കേരളത്തിലേ 12 കോടി ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ? അതിവിടെ ഒരാൾ തിരുത്തി.
ഇനി നിങ്ങൾ തന്നെ വരണം മാറ്റിടാൻ. പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് അതെ, ഒരു നായകനിൽ നമുക്ക് അത്ര വലിയ പ്രതീക്ഷ. അതില് ജനനായകനിൽ എന്തായാലും അത്രല്ല, ലിയോ 2 അല്ലെങ്കിൽ മറ്റു വേറെ സംഭവങ്ങളൊക്കെ വരണം. അങ്ങനെയാണെങ്കിൽ തകർക്കും. ലിയോ 2 എന്ന് പറഞ്ഞപ്പോഴേ ആന്തല. ലിയോ 2 വരുവാണെങ്കിൽ അതൊരു ഇളക്കമായിരിക്കും. അതിനകത്ത് അപ്പോഴേക്കും എല്ലാ റെക്കോർഡുകളും ഇട്ട് വെക്കണം, എന്നിട്ട് വേണം അതിന്റെ മോളിൽ പിടിക്കണം. തിരുത്താൻ റെക്കോർഡ് വേണമല്ലേ? പിന്നല്ലാണ്ട് ഒരു ബോറടി അല്ലെങ്കിൽ ഞാൻ തന്നെ ഇടുന്നു, ഞാൻ തന്നെ തിരുത്തുന്നു. അതെ, അത് ആ ഒരു സാധനം കൊടുക്കരുത്. എന്താണെങ്കിലും പോസ്റ്റർ ഗംഭീരമായിട്ടുണ്ട്, വരും എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. എന്താണെങ്കിലും അപ്പം പൊങ്കലിന് നമുക്ക് കാത്തിരിക്കാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനം കത്തിക്കാനുള്ളതില്ലായിരുന്നു? ഉണ്ട്, എന്നാലും പുറകെ ഒരു അല്ല, ഇതിന് ഇനി മറ്റൊരു അർത്ഥം ഉണ്ടോ? അതായത് ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള കൈകള്, അത് എല്ലാ രീതിയിലുള്ള കളറുള്ള ഏതും തന്റെ കൂടെ ജനനായകനാണല്ലോ, തന്റെ കൂടെ ഉണ്ടാവും. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആശയം കൈമാറൽ കൂടിയാണോ? ഇനി പറയാൻ പറ്റൂല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പം രാഷ്ട്രീയമാണല്ലോ ട്രെൻഡ്. അതെ, അപ്പൊ അതിനെന്തായാലും അതിൻ്റെതായ ഒരു വാല്യൂ കൊടുത്തിട്ടായിരിക്കും ചെയ്യണത്. അടുത്തത് ഇതാ വരുന്നു, ഫിർ സിന്ദ. എമ്പുരാൻ സിനിമയുടെ ഫസ്റ്റ് ലിറിക്കൽ വീഡിയോ വരാൻ പോകുന്നു 25/3/2025 നാളെ 1:08 PM. അതായത് അല്ല, രാത്രി കാത്തിരിക്കേണ്ടി വരും 1:08. അതാ പറഞ്ഞത്, നാളെ 1:08 ഇത് വരുന്നത്. അപ്പൊ 1 AM കാത്തിരിക്കാം. വെളുപ്പിന് 1:08 മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്, കാത്തിരിക്കാം. അങ്ങനെയാണ് രീതികൾ. എന്താണെങ്കിലും രണ്ടുപേരെയും പോസ്റ്റർ, അതായത് ട്രെയിലറിലൊക്കെ ഉണ്ടായിരുന്ന സാധനം തന്നെയാണ് പോസ്റ്റർ. ഗംഭീര സാധനമാണ്. ഇത് തിയേറ്ററിൽ എന്തായിരിക്കൂലേ എക്സ്പീരിയൻസ്? രണ്ട് മുതലുകൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴേ അത് എനിക്ക് തോന്നുന്നു ആ ഒരു സീനിൽ ആ ഒരു പാട്ടോട് കൂടിയിട്ടുള്ള സീനായിരിക്കും മിക്കവാറും. മറ്റേ ലൂസിഫർ സിനിമ അതേ രീതിയിൽ എന്തെങ്കിലും ആക്കുമോ? ആ ഒരു ഐറ്റം ആയിരിക്കാനാണ് ചാൻസ് തോന്നുന്നത്. എനിക്ക് ഞാൻ ഉറപ്പിച്ച് പറയുന്നു 100% ഈ സാധനം ക്ലൈമാക്സ് ആയിരിക്കൂല. ഇതൊരിക്കലും ക്ലൈമാക്സ് ആവൂല, ഇന്റർവെൽ ആയിരിക്കും. ക്ലൈമാക്സ് വേറെ സാധനമായിരിക്കും. അതായത് അതിന്റെ ക്ലൈമാക്സ് ലെവൽ പരിപാടി ഇതില് ഇന്റർവെൽ ബ്ലോക്കിൽ പിടിക്കും. ഐ തിങ്ക് എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. എന്താണെങ്കിലും നോക്കാം. ഓക്കെ, ഫിർ സിന്ദ എന്ന് പറഞ്ഞെന്താ അറിയോ? അളിയാ, ഇന്ത്യക്ക് വലിയ ചെറിയൊരു വശമുള്ള ഒരാളല്ലേ ഞാന്. കൊള്ളാം. എന്താണ് ഫിർ സിന്ദ? നോക്കിട്ട് പറയാം. ഒരു മിനിറ്റ് കേട്ടാ ചേട്ടാ. ഫിർ സിന്ദ എന്താ ചേട്ടാ അതിന്റെ അർത്ഥം? വീണ്ടും ജീവനോടെ. ഫിർ സിന്ദ ഇന്റർവെൽ ബ്ലോക്ക് തന്നെ. അത് ഇന്റർവെൽ ബ്ലോക്ക് തന്നെ. ഫിർ സിന്ദ ഇത് ഏത് രീതിയിലായിരിക്കും പാട്ട് വരുന്നതെന്നാണ് ആലോചിക്കുന്നത്. മറ്റേത് അറിയാലോ, ക്ലൈമാക്സ് കത്തിച്ച സാധനമാണ് ലൂസിഫറിലെ ആ സോങ്. അതുപോലെ ഒരു ഐറ്റം സോങ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം പല ആൾക്കാരും നമ്മോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത് എമ്പുരാനില് സെയിം ലൂസിഫറിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു ഐറ്റം സോങ് ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ. ഐറ്റം സോങ് വേണ്ടി വരും. ആന്റണി പെരുമ്പാവൂർ വരണ്ടല്ലേ, ഐറ്റം സോങ് ഒക്കെ വേണ്ടി വരും. അല്ലേ, എന്തായാലും ഒരു ലിറിക്കൽ വീഡിയോ ഉണ്ടെന്നുള്ളത് എന്തായാലും ഉറപ്പായല്ലോ. അത് ഉറപ്പായി. പിന്നെ മറ്റൊരു കാര്യം, ഈ മറ്റേ ഇതിൻ്റെ ഒഫീഷ്യൽ ട്രailer ഉണ്ടായിരുന്നില്ലേ, അതിൽ എമ്പുരാനെ എന്ന് പറയുന്ന ആ ഒരു സംഭവം വോക്കൽ കൊടുത്തിരുന്നത് ആനന്ദാണ് അല്ലേ? അത് നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു, പറഞ്ഞത് തിരുത്തിയിട്ടില്ല. അല്ലാത്ത വീഡിയോയിലൊക്കെ അത് പറയണമെന്ന് കരുതും, മറന്നുപോകും. അതങ്ങനെയാണല്ലോ, അത് വേറെ പല കാര്യങ്ങളായിരിക്കും പറയാനുള്ളത്. ഞങ്ങൾ ജെയ്ക്സ് ബിജോയ് എന്നാണ് പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ജെയ്ക്സ് ബിജോയിനൊക്കെ വെച്ചിട്ട് ദീപക് ദേവ് എന്തൊക്കെ ഭയങ്കര ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലൊക്കെ. ഇനി വേറെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ വിചാരിച്ച ആ സോങ് പാടിയതായിരിക്കും, അതായിരിക്കും ഹെൽപ്പ് ചെയ്ത് കൊടുത്തതെന്ന്. അപ്പോൾ ആനന്ദാണ് അത് പാടിയിരിക്കുന്നത്, ആനന്ദ് ശ്രീരാജ്. യെസ്, ആളെന്തായാലും തകർത്തിട്ടുണ്ട്. ആളുടെ സൗണ്ട് എവിടുന്ന അത് എടുത്തേക്കുന്നുള്ള നമ്മൾ അന്ന് പറഞ്ഞപ്പം പേര് മാറിപ്പോയി. കുറെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അത് ഒരു സംഭവമായിരുന്നു കേട്ടോ. ഇതാരാണോ പാടുന്നത്? ഇതാരാണോ പാടുന്നത് അറിയില്ല. എന്തായാലും പൊളി സാധനം തന്നെ ആയിരിക്കും. കാരണം ദീപക് ദേവ് പറഞ്ഞൊരു സംഭവം ഉണ്ട്, കത്തും കത്തിക്കും കത്തിച്ചിരിക്കും. അപ്പം കത്തുന്ന സാധനം തന്നെ ആയിരിക്കും. അതെ, രാത്രി കത്തിക്കുമോ എന്നുള്ള അറിഞ്ഞുകൂടാ. കാരണം ജഗത്താ രാത്രിയാണ് വരിക. എന്നിട്ട് പറയും നിങ്ങൾ വിളിച്ചിട്ടാണ് ഇപ്പൊ ജഗത്താ വന്നതെന്ന് പറയും. എന്തായാലും അതെ, എന്താണെങ്കിലും അതെ, ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ചിലപ്പം രാത്രി എത്തിയേക്കാം.
അപ്പൊ എന്തായാലും മറ്റേത് ലീക്ക് അല്ല എന്ന് തെളിയിക്കാൻ അതെ അവസരം കൂടിയാണ്. തീർച്ചയായിട്ടും അത് ലീക്കായതല്ലാന്ന് അറിയിക്കണല്ലോ. അപ്പൊ എന്തായാലും വരട്ടെ. എന്താണെങ്കിലും 2 പോസ്റ്ററും ഗംഭീരം. എന്തായാലും മറ്റേത് ഒരു പോസ്റ്റർ രീതിയിൽ ഒരു സാധാരണ പരിപാടി തന്നെയാണ്, പക്ഷെ ലുക്ക് അടിപൊളി. യെസ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. നോമ്പ് തുറക്കണ്ടേ? പോവല്ലേ? പോട്ടെ. ഒരു കാര്യം പറയാൻ പോവല്ലേ, നോമ്പൊക്കെ തുറന്നതിന് ശേഷം വീഡിയോ വരുള്ളൂ കേട്ടോ.